ഇതാണ് മക്കളെ ചക്കര പുട്ട്. ഇന്നെന്താണ് ബ്രേക്ക്ഫാസ്റ്റിന്? ഇന്നലെ പുട്ടായിരുന്നല്ലോ. ഇന്ന് പക്ഷെ വെറൈറ്റി പുട്ടാണ്. ആണോ? ചക്കര പുട്ട്. അടിപൊളിയായിരിക്കും മക്കളെ. അത് പൊളിക്കും. ഉണ്ടാക്കി നോക്കിയാലോ? വായോ. അതിന് വേണ്ടിട്ടേ ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1.5 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാവേ. നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കര ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇത് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുവാണേ. ഇനി അത് ശർക്കര പാനിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ശർക്കര പാനിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് ഇതേ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണേ. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശർക്കര പാനിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒപ്പം കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും പച്ച കളറിലെയും ചുമന്ന കളറിലെയൊക്കെ നല്ല ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും മാത്രം നെയ്യിൽ വറുത്തെടുത്താൽ മതി കേട്ടോ. ടൂട്ടി ഫ്രൂട്ടിക്ക് അതുപോലെ തന്നെ ഇട്ടേക്കുവാണേ. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് പുട്ടുപൊടി നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ പുട്ടുണ്ടാക്കാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് 1 കപ്പ് പൊടിക്ക് ഇട്ടേക്കുന്നത്. നന്നായിട്ട് നനച്ചെടുത്തത് പുട്ടിൻ്റെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ പുട്ടുകുറ്റിയിലേക്ക് ഞാൻ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അതിലേക്ക് നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ പകുതിയോളം നിറച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അതിലേക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് വീണ്ടും നമുക്ക് പുട്ടുപൊടി നിറച്ച് കൊടുക്കാം. ഒരു 1/4 ഭാഗം എത്തുമ്പോഴത്തേക്കും അതിലേക്ക് വീണ്ടും നമ്മുടെ മിക്സ് നിറച്ച് കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം കേട്ടോ. പുട്ടുകുടത്തിൽ ഇതേ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രം നമ്മൾ ഇതിലേക്ക് പുട്ടുകുറ്റി എടുത്ത് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പുട്ടുകുറ്റി ഇറക്കി വെക്കാം. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ആവി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ആവി വന്ന് തുടങ്ങി കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാവേ. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുക്കാം. ടെൻറ്റണേ, നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ടെൻറ്റണേ, നമ്മുടെ പുട്ടിവിടെ ചക്കര പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. സഖിക്കുട്ടി എങ്ങനെയുണ്ട് കാണാൻ? ആണോ? കഴിച്ചില്ലല്ലോ ഈ അമ്മിയാന്ന് പറയാൻ. ടേസ്റ്റ് ചെയ്താലോ ചാക്കൂട്ടാ? എന്റെ മോനെ നോക്കി കഴിച്ചു നോക്കിയല്ലോ. പിന്നെന്താ കണ്ടനെ കുതിയോളല്ലേ. ആക്കിക്കുട്ടി കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? അടിപൊളിയാ. അടിപൊളിയല്ലേ? ഞാൻ അപ്പൊ കഴിച്ചു നോക്കി. എന്താ സ്റ്റൈല്. പുളിയാടാ, ഒരു വെറൈറ്റി തന്നെയാണ് സംഭവം. ഇതിന്റെ കൂടെ വേറെ ഒന്നും വേണ്ട അല്ലെ? പഴമൊന്നും വേണ്ട. ഒന്നും വേണ്ട. ഒരു സാധനം ഇതിന്റെ കൂടെ വേണ്ട. വെറുതെ കഴിക്കാം. അടിപൊളി. ഒരു കട്ടൻ ചായ കൂടി വേണം. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒരു കട്ടൻ ചായ എടുത്തിട്ടാ. അടിപൊളി. കട്ടൻ ചായ ഇതിനോട് സെറ്റപ്പ് കോമ്പിനേഷനാ. അടിപൊളി വെച്ചാൽ അടിപൊളി. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിന്റെ കൂടെ കറിയോ വേറൊരു സാധനവും വേണ്ട. ചുമ്മാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.